റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന് കുട്ടികൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് പോകുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് SM ടോക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും അറിയേണ്ടത് അവരുടെ ജോബ് റിലേറ്റഡ് അവർ ഗ്രോ ചെയ്യണം, അവരുടെ ഇൻകം വൈസ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് SM ടോക്സ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ആദ്യം തന്നെ നോട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് ലാലിനോട് ചോദിക്കാനുള്ളതും ഈ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ SM ടോക്സിലാണെങ്കിലും ഈവൻ നമ്മുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിലും കുറെ പേര് ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നല്ല രീതിയിൽ സാലറി കൂടി വരും, അവർക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ജോലിക്കല്ല അവർ സെലക്ട് ചെയ്യുന്നത്. അതെ, അതായത് അങ്ങനത്തെ ജോലിയൊന്നും അല്ല, അവർക്ക് ഓഫീസിന്റെ ഉള്ളിൽ ഇരുന്നാൽ ആഗ്രഹം ഇത്രയാണ്, കംഫർട്ടബിലിറ്റിയുടെ പിന്നാലെ പോവാണ്, എവിടെയും പുറത്തൊന്നും പോകണ്ട, ഓഫീസിലെ ഒരു 9 മണിക്ക് 5 മണിക്ക് ഇറങ്ങുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ. ഞാൻ സ്മാർട്ട് ഹൗസിൽ ഇന്റർവ്യൂ എടുക്കുന്ന ടൈമില് മാക്സിമം അതായത് 90% കാൻഡിഡേറ്റ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാലറി, ബേസിക് സാലറി മാത്രം ഫോക്കസ് ചെയ്യണം. പക്ഷെ ബേസിക് സാലറി തന്നെ 20,000 10,000 ആണെങ്കിൽ ഒരു ഫ്രഷർ ആണെങ്കിൽ അല്ലെങ്കിൽ 1-2 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ 10,000 സാലറി വരെ മതിയെന്ന് തീരുമാനിക്കും. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ 20,000 സാലറിക്ക് അതിന് മാത്രമുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുമാതിരി കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ സെയിൽസ്, ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കിയാലും ഏതൊരു വ്യക്തിയുടെ എടുത്ത് നോക്കിയാലും മന്ത് എൻഡിൽ ആൾക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആളൊരു ജോലിക്ക് പോകുന്നത്. അപ്പൊ ഇതേപോലെ കാൻഡിഡേറ്റ് സംബന്ധിച്ചിടത്തോളം 10% ആൾക്കാരാണ് റിസ്ക് ടേക്കപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം. അതായത് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയുടെ പ്രത്യേകത എന്താ, ഇപ്പുറത്ത് അതിനനുസരിച്ചുള്ള റിസ്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു കുട്ടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ആള് പോണത് വളരെ കംഫർട്ടബിൾ ആയിട്ട്, കാരണം ആൾക്ക് ഭാര്യ മക്കൾ അല്ലെങ്കിൽ കുടുംബം നോക്കലോ വീട്ടിലേക്ക് ഒരു നിശ്ചിത പൈസ കൊടുക്കലോ ബാധ്യതയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അവരുടെ കരിയറിന്റെ ഫോക്കസ് വിട്ടിട്ട് ബേസിക് ആയിട്ട് കുറച്ച് ശമ്പളം കിട്ടി ആ കാശ് കൊണ്ട് എങ്ങനെ അടിച്ചുകൊണ്ട് ജീവിക്കാന്നുള്ള ചിന്താഗതിയിലാണ് പോകുന്നത്. വൺസ് ഇവർ 28-30 വയസ്സ് കഴിയുമ്പോഴാണ് ബാധ്യതകൾ കയറി വരുന്നത്. ഇത് കയറി വരുമ്പോഴായിരിക്കും ഇവര് എക്സ്ട്രാ എഫേർട്ട് എടുക്കാനുള്ള ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സെയിൽസോ മാർക്കറ്റിംഗോ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറോ ആയിട്ടുള്ള ചില ജോലികളിലേക്ക് അവർ കടക്കുന്നതും കമ്പനിയിൽ തന്നെ ചില അഡ്ജസ്റ്റ് ആവാൻ തയ്യാറാവണതും. അതുവരെ അവരെ സംബന്ധിച്ച് അവർ കംഫർട്ട് സോൺ ആവണം. അവർക്ക് ബേസിക് സാലറി മാത്രം മതി സാറേ, ഞങ്ങൾക്ക് ഇത് മറ്റേ ഇൻസെന്റീവ് ഒന്നും വേണ്ട, ആ സാലറി ബേസിൽ കിട്ടിയാൽ മതി, വേറെ പണിക്ക് പോകാൻ അവർ തയ്യാറല്ല, ബൈക്കുമ്പോ പുറത്തേക്ക് പോകില്ല, യാതൊരു വക കാര്യങ്ങളിലേക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഇവർ സെൽഫ് മെച്ചോർഡ് ആവണം, കാരണം ഇവർക്ക് എക്സ്പെൻസ് വരണം. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇവർ തന്നെ അത് അന്വേഷിക്കാൻ തുടങ്ങും. ഇത് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ്ടാവുന്നത്, അവർക്ക് ജോലി കിട്ടാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് അത്ര നാളത്തെ എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ഇരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയുള്ള പരിചയമായിരിക്കും. അവർക്ക് ആ വ്യക്തികളോട് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ജോലിയും അത്തരം കുറവുള്ള ജോലികൾ തന്നെ ആയിരിക്കുള്ളൂ. സോ ആ രീതിയിലാണ് ഇവരുടെ എല്ലാവരും മൈൻഡ് സെറ്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയുള്ളൂ, നിങ്ങൾ വളരെ യങ് ഏജ് തൊട്ട് തന്നെ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന ജോലികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനാണ് നല്ല വളർച്ച, ഗ്രോത്ത് ഉണ്ടാവുക. ഈ ടെക്നിക്കൽ സൈഡ് ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാര്യങ്ങളൊക്കെ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അത് ഓക്കെ. അതല്ലാതെ ഡിഗ്രിയോ അല്ലെങ്കിൽ നോർമൽ ബിടെക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാങ്ക് ജോലിക്ക് കയറുന്നവരോ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന ജോലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തഴയപ്പെടും എന്നുള്ളത് ഉറപ്പാ. ഒരു 30+ നിങ്ങൾ തഴയപ്പെടാം. കാരണം അപ്പൊ നിങ്ങൾക്ക് ഈ 10,000 15,000 മുതലാവില്ല, നിങ്ങൾക്ക് ഒരു 30,000-40,000-50,000 ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് എപ്പോഴും മുന്നോട്ട് പോകും. യെസ്, വളരെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. SM ടോക്സിന്റെ വ്യൂവേഴ്സിനും ഇത് ഇൻഫർമേറ്റീവ് ആയിരിക്കും. കാരണം ഈ സമയത്ത് ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഇൻഫർമേഷൻ ഒക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതല്ല, നല്ലൊരു പ്ലേസ്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. ആൻഡ് വി വിൽ ബി അപ്ഡേറ്റിംഗ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.